പതിഞ്ഞ സംസാരവും സുന്ദരമായ ഫോട്ടോകളും പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വരും. ഇത് തിരൂർ സ്വദേശിയായ കറുകപ്പപ്പറമ്പിൽ മുഹമ്മദ് നിശാൽ. പെൺകുട്ടികളെയും ഭർത്തൃമതിയായ സ്ത്രീകളെയും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് പീഡിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. തിരൂർ സ്വദേശിയായ കറുകപ്പപ്പറമ്പിൽ മുഹമ്മദ് നിശാലാണ് പിടിയിലായത്. നിലമ്പൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സമൂഹമാധ്യമങ്ങളിൽ പരിചയപ്പെട്ട് പെൺകുട്ടികളെ വശീകരിച്ച് പാട്ടിലാക്കി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതാണ് പ്രതിയുടെ ഹോബി എന്നാണ് പരാതി. നിലമ്പൂർ സ്വദേശിയും ഒരു കുട്ടിയുടെ അമ്മയുമായ സ്ത്രീയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് തിരൂർ, മഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ വെച്ച് പ്രതി പീഡനത്തിന് ഇരയാക്കിയിരുന്നു. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് നിശാൽ ഇതിനു മുമ്പും സമാന സംഭവത്തിൽ പ്രതിയായിരുന്നു. ഇയാളെ നേരത്തെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നതായും നിലമ്പൂർ പോലീസ് പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പരാതിക്കാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരുരങ്ങാടിയിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചും പരാതിക്കാരിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി പലതവണയായും പ്രതി ബലാത്സംഗം ചെയ്ത് പരാതിക്കാരിയുടെ ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ച് പരാതിക്കാരിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിലും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന മറ്റൊരു കേസിൽ യുവാവ് നിശാലിനെ മണ്ണാർക്കാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്തിടെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട മുഹമ്മദ് നിശാൽ മണ്ണാർക്കാട് വച്ച് പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിലാണ് അന്ന് പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. അതേസമയം നേരത്തെ താമരശ്ശേരിയിൽ ഫൈറൂസ് എന്ന യുവാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ തന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ വിശദീകരണവുമായി നിശാൽ രംഗത്തു വന്നിരുന്നു. ഭീഷണി സന്ദേശമെന്ന പേരിൽ പ്രചരിക്കുന്ന ശബ്ദം തൻ്റേത് തന്നെയെന്ന് നിശാൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഫൈറൂസിന്റെ മരണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് ഫൈറൂസിനെ അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞതിൻ്റെ മറുപടിയായി അയച്ച ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നതെന്നായിരുന്നു അന്ന് നിശാൽ പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫൈറൂസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അതിന് പിന്നിൽ താമരശ്ശേരി സ്വദേശി ആഷിഖും ഇവരുടെ മറ്റു ചില സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുമാണെന്ന് നിശാൽ ആരോപിച്ചിരുന്നത്. ഫൈറൂസ് ചികിത്സയിലായിരിക്കെ സുഹൃത്തിന് ലഭിച്ച നിശാലിന്റെ ശബ്ദ സന്ദേശം ഉയർത്തിക്കാട്ടി മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഫൈറൂസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഫൈറൂസിനെ കൊലപ്പെടുത്തിയത് കൊട്ടേഷൻ സംഘമാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. തങ്ങളോട് കളിച്ചതിനെല്ലാം ഫൈറൂസിനോട് പകരം ചോദിച്ചെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഫൈറൂസ് അടികിട്ടിയിരിക്കുകയാണെന്നും അടുത്തത് ആഷിഖാണെന്നും ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ സന്ദേശം ഫൈറൂസിന്റെ സുഹൃത്ത് മിഥിലാജിന് ലഭിച്ചത്. ഫൈറൂസിന്റെ സുഹൃത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് എതിർപ്പാണ് കൊട്ടേഷന് പിന്നിലെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു.